മലയാളത്തിലെ ചിലവേറിയ ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി നായകനായ മാമാങ്കം എന്ന ചിത്രം. വൻ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം ഒരു പീരിയോഡിക് ചിത്രമായതിനാൽ തന്നെ സെറ്റിനും മറ്റും വലിയ തുക തന്നെ ചെലവഴിക്കേണ്ടി വന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിര ചിത്രത്തിൽ അണിനിരന്നിട്ടുമുണ്ട്. ഈ ചിത്രം സംവിധാനം ചെയ്ത പ്രമുഖ സംവിധായകനായ എം പത്മകുമാർ ആയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ സംവിധായകനാകുവാൻ ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് തിരക്കഥാകൃത്ത് കൂടിയായിരുന്ന സജീവ് പിള്ളയായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ വെച്ച് പത്മകുമാർ ചിത്രം ഏറ്റെടുത്തു. മാത്രമല്ല, റിലീസിന് മുൻപ് തന്നെ ഒട്ടേറെ വിവാദങ്ങളിലാണ് ചിത്രം ഉൾപ്പെട്ടിരുന്നത്. ഹരിഹരൻ ഒരുക്കിയ പഴശ്ശിരാജയെ കടത്തിവെട്ടുന്ന ചിത്രമായിരിക്കും ഇതെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞിരുന്നതും അവരുടെ പ്രതീക്ഷയും. എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം വൻ പരാജയമായിരുന്നു. 60 കോടി രൂപയോളം ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് വിജയിച്ച ഇമ്പാക്ട് തിയേറ്ററുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. പക്ഷെ ചിത്രം ആഗോള കളക്ഷനിൽ 100 കോടി പിന്നിട്ടുവെന്ന പോസ്റ്ററുകൾ ഇറങ്ങിയിരുന്നു. മാത്രമല്ല, അണിയറ പ്രവർത്തകർ കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ യഥാർത്ഥ കളക്ഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാതാവായ വേണു കുന്നപ്പിള്ളി. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 130 കോടി രൂപ നേടിയോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. താൻ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു.